പണി തുടങ്ങി, പലരുടെയും പണി പോകാനും തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധി കാരണമല്ല, കാരണം ഇന്ത്യ കടുത്ത തൊഴിൽ പ്രതിസന്ധിയുടെ വക്കിലാണെന്ന് മാർസലസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സിന്റെ സ്ഥാപകനും ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസറുമായിട്ടുള്ള സൗരഭ് മുഖർജിയാണ് പറഞ്ഞിരിക്കുന്നത്. IT, ബാങ്കിംഗ്, മീഡിയ തുടങ്ങിയ ഇന്ത്യയിലെ വൈറ്റ് കോളർ തൊഴിൽ വിപണിയിൽ ഗിഗ് അധിഷ്ഠിത റോളുകളിലൂടെ നിയമനങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് അടുത്തിടെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ഈ നിയമനങ്ങളെല്ലാം തന്നെ ഗിഗ് അധിഷ്ഠിത റോളുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഗിഗ് ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിന് ഇത്ര വേതനം എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള ആ ഒരു ക്രമത്തിലുള്ള ഒരു ജോലിയാണ്. അതായത് നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ അത് കുറഞ്ഞ വേതനമായിരിക്കും അതിലൂടെ കിട്ടുന്നത്. ഇതാണ് ഗിഗ് ജോലികൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. AI സംയോജനത്തിലൂടെ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംയോജനത്തിലൂടെ ചെലവ് കുറയ്ക്കാനും ഉൽപാദനക്ഷമത വർദ്ധിക്കാനുമായിട്ട് കമ്പനികൾ വരുത്തുന്ന ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റമാണിതെന്നും 2-3 വർഷത്തിനുള്ളിൽ ഉയർന്ന ശമ്പളമുള്ള വൈറ്റ് കോളർ ജോലികൾ ഇന്ത്യയിൽ പൂർണ്ണമായി അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ ഒരു വലിയ ഗിഗ് സമ്പദ് വ്യവസ്ഥയായി മാറും എന്നും അദ്ദേഹം പറയുന്നു. ബാങ്കുകൾ, IT സ്ഥാപനങ്ങൾ, മീഡിയ സ്ഥാപനങ്ങളൊക്കെ AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കപ്പെടും. പരസ്യങ്ങളിൽ പോലും AI അതിവേഗം മോഡലായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാജ്യത്തിന്റെ പോളിസി മേക്കേഴ്സ് വേഗത്തിൽ തന്നെ നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം അനന്തര ഫലങ്ങൾ ഗുരുതരമായിരിക്കുമെന്നും മുഖർജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിൽ കയറ്റുമതിയുടെ തീരുവ പിൻവലിക്കുന്നതിനെ പറ്റി ഡൊണാൾഡ് ട്രംപ് മനസ്സ് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്മസോടെ 20 ദശലക്ഷം ഇന്ത്യൻ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നും മുഖർജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 20 ദശലക്ഷം. ഉഭയകക്ഷി വ്യാപാരം സ്ഥിരപ്പെടുത്തുന്നതിനും വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ തടയുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യൻ സർക്കാരും ട്രംപ് ഭരണകൂടവും ഉടനെ തന്നെ ഒരു സമവായത്തിൽ എത്തുമെന്ന് മുഖർജി പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.